ഹലോ, നമുക്കിന്ന് ബട്ടർ ഗാർലിക് കേക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ട വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയും ഒക്കെ കൂടെ. ഇതിലേക്ക് ചില്ലി ഫ്ലെക്സ്, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട ഇനി നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം. ഇവിടെ മുട്ട ചിക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ പാനിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി പാൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഈ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തോളൂ കേട്ടോ. ഇന്നൊന്ന് കുറുകി വരുവോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. അപ്പം നമ്മുടെ ബട്ടർ ഗാർലിക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറ.